രാത്രി 1 മണിക്ക് ഒരു കേക്കിൻ്റെ വർക്ക് ചെയ്തെടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്തപ്പം രാത്രി 7:30 8 മണി ആയിട്ടുണ്ട്. പിറ്റേന്ന് 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു കേക്ക് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. 1 kg ബട്ടർ സ്കോച്ച് ആയിരുന്നു ഫ്ലേവർ വന്നിട്ട്. ആദ്യമായിട്ടാണ് കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് എടുക്കുന്നത്. അപ്പോൾ 11 മണി എന്നുള്ളത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും തന്നാൽ മതിയെന്ന് ചോദിച്ചു. വേറൊന്നും കൊണ്ടല്ല, അന്ന് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ഷോപ്പിലൊക്കെ കയറിയിട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കിന് ലേറ്റായി. പിന്നെ രാത്രിയിലത്തേക്കിനുള്ള ഫുഡ് റെഡിയാക്കി എടുക്കണമായിരുന്നു. ഇതൊന്നും അല്ല മെയിൻ കാരണം. നമ്മൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിലാണല്ലോ. അപ്പം അതെല്ലാം ഒന്ന് പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷമേ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതായിരുന്നു മെയിനായിട്ടുള്ള കാരണം. അപ്പം രാത്രി തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പിറ്റേന്ന് രാവിലെ ചെയ്തിട്ട് ഉച്ച വരെ ഇരുന്ന് സെറ്റായിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം എന്നുള്ളത് വെച്ചാണ് ഞാൻ കസ്റ്റമറുടെ ആ ഒരു ടൈം പറഞ്ഞത്. എങ്കിലും കസ്റ്റമർ ആ പറഞ്ഞ സമയത്ത് എനിക്ക് ഒന്ന് കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം ഹസ്ബൻഡ് പറഞ്ഞു എങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കേണ്ട, പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തണുപ്പ് മാറിയിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കിനും ഫുഡൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡെല്ലാം റെഡിയാക്കിയതിന് ശേഷം കേക്കിൻ്റെ വർക്കൊക്കെ തുടങ്ങി. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് പ്രലൈനും സോസും എല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ ക്രം കോട്ടും ഫൈനൽ കോട്ടും എല്ലാം ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോഴത്തേക്കിന് 1 മണിയൊക്കെ ആയായിരുന്നു രാത്രിയിൽ. പിറ്റേന്ന് രാവിലെയാണ് ഡെക്കറേഷൻ എല്ലാം ചെയ്യുന്നത്. അപ്പം കസ്റ്റമർ രാവിലെ വിളിച്ചിട്ട് ചോദിച്ചു 1:30 ആകുമ്പോഴത്തേക്കിനും കേക്ക് കിട്ടുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്, 11 മണിയൊക്കെ ആകുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്